ഇപ്പൊ നമ്മുടെ ലൈവിൽ ആര്യനും ശരത്തും അക്ബറും എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അനുമോളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശരത്ത് പറയുന്നുണ്ട് ഇവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ അവസാനം ഒരു കരച്ചിലുമായിട്ട് വരുന്ന ഒരു വ്യക്തിയുണ്ടെന്ന്. ആ കരച്ചിലുമായിട്ട് എത്തി ഇവിടത്തെ ആൾക്കാരെ കൂടെ കൂട്ടലാണ് അനുമോളുടെ പ്രധാന പരിപാടി. ആ പുറത്ത് അവളുടെ ഫാൻസൊക്കെ നമ്മളെ ഒറ്റപ്പെടും. മറുപടിയായിട്ട് നമ്മുടെ ആര്യനും പറയുന്നുണ്ട് പിന്നെ അങ്ങനെയൊന്നും നടക്കൂല, ഇവിടെ കുറച്ച് കരഞ്ഞു കാണിക്കും, പിന്നീട് കുറച്ച് അങ്ങോട്ട് പോയി ആദില നൂറ ഇവരോടൊക്കെ തന്നെയും പോയി പറയും. അവരുടെയൊക്കെ തന്നെയും സപ്പോർട്ട് പിടിച്ചു പറ്റുന്ന സ്വഭാവം മാത്രമാണ് ഈ അനുമോളുടേത്. സത്യം പറഞ്ഞാൽ ആര്യൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പ്രേക്ഷകർ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ഇന്നലെ വരെ അനുമോളുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു നമ്മുടെ ആര്യന്. അത് ഇന്നലെ തന്നെ ആ ഒരു പ്രശ്നം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങൾക്കിടയിൽ വേറെ ഒന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് മാത്രമാണ് എന്നും ഞങ്ങൾക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഉള്ളത് എന്നും. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ആര്യൻ ഇങ്ങനെ പ്രതികരിച്ചപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസിന്റെ ലൈവിൽ. അക്ബറും ശരത്തും പറയുന്നുണ്ട് പുറത്ത് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് എന്ന്. 8 വർഷമായി ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്, അതുകൊണ്ട് തന്നെ മറ്റെല്ലാവരെക്കാളും ഫാൻ ബേസ് എനിക്ക് തന്നെയാണുള്ളത്. ശരത് പറയുന്നുണ്ട് അനുമോൾ ജിസേൽ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അക്ബറിനാണോ ശരത്തിനാണോ കൂടുതൽ ഫാൻ പേജ് എന്നും പറയാൻ മറക്കരുത്.